Hi, good evening. Good evening, sir. Good evening, sir. Good evening, sir. Good evening. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന വളരെ സുപ്രധാനമായ ഒരു പുസ്തകം ദി പാത്വേ ഓഫ് റോസസ്, ക്രിസ്ത്യൻ ഡി ലാർസന്റെ ദി പാത്വേ ഓഫ് റോസസ് എന്ന പുസ്തകത്തിന്റെ 7ാമത്തെ ചാപ്റ്റർ, അതിന്റെ 2ാമത്തെ ഭാഗമാണ് നമ്മൾ സംസാരിക്കുന്നത്. വളരെ ആഴത്തിലുള്ള അറിവുകൾ നൽകുന്ന ഒരു പാഠമാണ്. പുസ്തകം മുഴുവൻ തന്നെ അങ്ങനെ ഒരു അറിവുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള ജീവിതത്തിലുള്ള ചുറ്റുവട്ടത്ത് നിന്നും മനസ്സിലാക്കിയ അതിൽ നിന്ന് വ്യത്യസ്തമായ കുറച്ച് അറിവുകളാണ് ദി പാത്വേ ഓഫ് റോസസ് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു രീതിയിൽ നിന്നും മാത്രമല്ല. അതാണ് നമുക്കൊരു എന്താ പറയുക, ഒരു അനിശ്ചിതാവസ്ഥകൾ തരുന്ന ജീവിതത്തിനകത്ത്. നമുക്ക് ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്ന് അറിഞ്ഞുകൂടാതെ വരുന്നത് നമ്മൾ ജീവിതത്തെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പക്ഷെ ഈ ഒരു പാഠങ്ങൾ നമുക്ക് ജീവിതത്തിന്റെ യഥാർത്ഥ രീതിയിൽ നമ്മളൊന്ന് മനസ്സിരുത്തി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ജീവിതത്തെ നമുക്ക് യഥാർത്ഥ രീതിയിൽ ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ ജീവിതത്തെ എങ്ങനെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ നമുക്കൊരു വ്യക്തമായ ഗൈഡൻസ് കൂടിയാണ് തരുന്നത്. നമ്മൾ അല്പം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ കൂടിയും ഈ ഒരു പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു അറിവുകൾ നമ്മളൊന്ന് മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് ഉൾക്കൊണ്ട് ആ ജീവിതത്തിൽ നമ്മൾ മെല്ലെ മെല്ലെ എന്താ പറയുക, മെല്ലെ മെല്ലെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ വരുന്നത്, ഇനി എങ്ങനെ ഞാൻ ജീവിച്ചാൽ, എങ്ങനെ ഞാൻ പ്രവർത്തിച്ചാൽ എൻ്റെ ജീവിതം ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് വരും എന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്നത്. അതാണ്, അല്ല നമ്മൾ പുറമേയുള്ള ചില തന്ത്രങ്ങളിലൂടെ ശക്തികളെയൊക്കെ മാത്രം ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പുറമേ എന്നുള്ള ആ ഒരു സംഗതി നമുക്ക് അനുകൂലമായില്ലെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ നമുക്ക് ജീവിതം നമ്മൾ വിചാരിച്ചതുപോലെ ആകില്ല, അല്ലെങ്കിൽ പുറമേയുള്ള ചില ശക്തികൾ ആണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെയുള്ള ചില തെറ്റായ ധാരണകൾ. നമ്മുടെ കൈകളിൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ ഇരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന അറിവുകളാണ് അത്. നമുക്ക് ഞാൻ പറയുമ്പോൾ പോലും ഈ പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഈ പൊതുവെയുള്ള ക്ലാസ്സുകൾ പറയുന്നത് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കൂടിയും ഒരല്പം കൂടി ഒന്ന് മനസ്സിരുത്തി ഒന്ന് ശ്രമിച്ചാൽ ആ ഒരു എന്താ പറയുക, ശ്രമത്തിന് ഒരു ഗുണം, ഒരു റിവാർഡ് നമുക്ക് ലഭിക്കും. അത് ജീവിതം കൊണ്ട് മനസ്സിലാകും. അല്ല നമുക്ക് അറിഞ്ഞു കൂടുതൽ മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഇത് നമുക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഒഴിഞ്ഞു നടന്നാൽ പിന്നെ നമ്മൾ പഴയതുപോലെ എന്താ പറയുക, മറ്റു ബാഹ്യമായ സാഹചര്യങ്ങളെയും വ്യക്തികളെയും ശക്തികളെയും ഒക്കെ നമ്മൾ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടി വരും. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ 7ാമത്തെ ചാപ്റ്റർ തന്നെ ആണ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട, അതിന്റെ ഹെഡിങ് തന്നെയാണ് ഗിവിങ് മച്ച് ആൻഡ് റിസീവിങ് മച്ച് എന്നുള്ളതാണ്. ആ ഒരു ഗിവിങ് മച്ച്, ധാരാളമായി നൽകുകയും ധാരാളമായി റിസീവ് ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു പാഠത്തിന്റെ ഹെഡിങ്, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിന്റെ ഹെഡിങ് എന്നിരിക്കലും. നമ്മൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ആഴത്തിൽ നിന്ന് മനസ്സിലാക്കണം. അതിലേക്ക് എത്തുവാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സുകളിലെ ജസ്റ്റ് നമ്മളൊന്ന് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ കൃതജ്ഞതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. കൃതജ്ഞത എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, അതുപോലെ തന്നെയാണ് നമ്മളെന്ന് പറയുന്നൊരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ആത്മീയമായ അവബോധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ആത്മീയമായ അവബോധം എന്ന് പറയുമ്പോൾ അത് നമ്മൾ സാധാരണ ഇതുവരെയും വിചാരിച്ചതുപോലെ അല്ല. നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവ് അടങ്ങിയിരിക്കുന്ന ഒരു ശരീരവും മനസ്സുമല്ല നമ്മൾ. യഥാർത്ഥത്തിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവാണ്, ഒരു സ്പിരിറ്റാണ്, ആത്മാവാണ് നമ്മൾ. സത്യത്തിൽ ആ ഒരു ആത്മാവിന് ഒരു ശരീരവും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു മനസ്സും ആണ് നമുക്ക് ഉള്ളത്. ആ രീതിയിലാണ് നമ്മൾ ഈ ജീവിതത്തെ കാണാനുള്ളത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട പോയിന്റും കൂടി സ്പിരിച്വൽ ബീയിങ് ആണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ ഒരു സ്പിരിച്വൽ ബീയിങ്, അതായത് ഒരു ആത്മീയ ശക്തി എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ജീവിക്കണം. ഒരു ആത്മീയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ വലിയ ഒരു
ദൈവശക്തിയുടെ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ പവറിന്റെ ഒരു എക്സ്റ്റൻഷൻ നമ്മുടെ ഒരു ചെറിയൊരു ഭാഗം, അതിലെ ഫ്രാഞ്ചൈസി എന്നൊക്കെ പറയുന്നത്, ചെറിയൊരു ഭാഗം നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു വലിയൊരു ശക്തിയുടെ ചെറിയൊരു അംശം നമ്മുടെ ഉള്ളിൽ തൊലിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെയാണ് ഒരു ശാഖകളാണ് നമ്മൾ. ആ ശാഖകൾ എന്ന് പറയുമ്പോൾ മെയിൻ ഓഫീസിന്റെ ശാഖകൾ എന്ന് പറയുമ്പോൾ ആ മെയിൻ ഓഫീസിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അടങ്ങിയതാണ് നമ്മുടെ ഉള്ളിലുള്ള ശക്തി. ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഉള്ള ശക്തിയാണ് നമ്മൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മളെന്ന് പറയുന്ന മനുഷ്യ ജീവിതത്തിന് ആ ശക്തിയെ ഉപയോഗിക്കാൻ ആദ്യം അങ്ങനെ ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനെ നമ്മൾ ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വരികയും അങ്ങനെ നമ്മുടെ ജീവിതം സുഗമമാവുകയും ചെയ്യും. അങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് ഈ ഭൂമിയിൽ. അല്ലാത്ത പക്ഷം നമ്മൾ ഈ തെറ്റിദ്ധാരിച്ചിട്ട് നമ്മൾ ഒരു ഈഗോയെ മാത്രമാണ്, നമ്മുടെ ശരീരവും മനസ്സും മാത്രമാണ്, പിന്നെ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കാൻ വേണ്ടി ഉള്ളിൽ എവിടെ ഒരു ജീവനുണ്ട്, അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ബാഹ്യമായ കാര്യങ്ങളെയും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും മാത്രം ആശ്രയിച്ച് ജീവിക്കുകയും അത് നമുക്ക് ഒരുപാട് ദൗർബല്യങ്ങൾ നൽകുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത്. നമ്മുടെ ഈ ഒരു ഉള്ളിലുള്ള ഈ ഒരു ദൈവികമായ പവർ, ഡിവൈൻ പവർ, നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഈ ജീവിത കാലയളവിൽ പ്രയോജനപ്പെടുത്തി ഏറ്റവും മികച്ച ഒരു ജീവിതം ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് വേണം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ എന്നുള്ളതാണ്. ഈ നമ്മുടെ ഉള്ളിലുള്ള സ്പിരിച്വൽ പവർ ഏറ്റവും മികച്ച രീതിയിൽ സൃഷ്ടിച്ച് നമ്മുടെ ആ ഒരു ശക്തി ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കാനും. ഈ ഭൂമിയിൽ അതിന് ഏറ്റവും മികച്ചൊരു ഉപയോഗപ്പെടുത്തണം. നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഒരു യൂണിവേഴ്സിന് അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ച ശക്തിക്ക് നമ്മുടെ ജീവിതം കൊണ്ട് വലിയൊരു ഉപയോഗപ്പെടുത്തിയിട്ട് വേണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മളിവിടെ ജീവിക്കാനും. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോഴും അങ്ങനെ ഒരു മികച്ച ഒരു ഉപയോഗപ്പെടുത്തലിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ജന്മം സഫലമാകുന്നത്. ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുക. അതാണ് സത്യത്തില് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും മികച്ച. അതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. രണ്ടാമത്തെ ഇതിനകത്ത് ഈ ചാപ്റ്ററിലെ 7ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്, തിന്മയെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കരുത്, നന്മയെ വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. ജീവിതത്തിൽ നിന്ന് തിന്മയെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്, നന്മയെ വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതാണ് യഥാർത്ഥ രീതി എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്, ഇത് നമ്മൾ ഒട്ടേറെ തവണ സംസാരിച്ചിട്ടുള്ളതാണ്. തിന്മ എന്ന് പറഞ്ഞാൽ തിന്മയെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുതെന്നാണ് സംസാരിച്ചിട്ടുള്ളത്. എന്തിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നോ അതെന്ത് ചെയ്യും, കൂടുതൽ ശക്തിയോടുകൂടി വരും. തിന്മയെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, അതാണ് ഇവിടെ ഈ ലോകത്തിൽ ഇതുവരെ മനസ്സിലാകാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് മനസ്സിലാകാത്തത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തിൽ 80% ആളുകളും ഇപ്പോഴും ഫോഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. 20% മാത്രമേ അത് ഉള്ളൂ ഒരു പവർ എന്ന് പറയുന്ന സംഗതി മനസ്സിലാവും. അതുകൊണ്ടാണ് ഇപ്പോഴും ആള് റെസിസ്റ്റ് ചെയ്യാനും യുദ്ധം ചെയ്ത് ഓരോ കാര്യങ്ങൾ തിന്മയെ ഇല്ലാതാക്കാനും ഫോഴ്സ് ചെയ്ത് തിന്മയെ മാറ്റാനും ഒക്കെ ശ്രമിക്കുന്നത്. എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തെ ഫോഴ്സ് ചെലുത്തി നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നത്, ആ ബുദ്ധിമുട്ടേറിയ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ തടസ്സങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മറ്റു മനുഷ്യരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഫോഴ്സ് ചെലുത്തി മാറ്റാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത്, തിന്മയെ ഫോഴ്സ് ചെലുത്തി മാറ്റാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത്, നിങ്ങളുടെ ശ്രദ്ധ ആ ഒരു തിന്മയിലേക്ക്, അതിന്റെ നെഗറ്റിവിറ്റിയിലേക്കും ധാരാളമായി പതിയുകയും ആ ശ്രദ്ധ എന്തിൽ പതിയുന്നോ അക്കാര്യം കൂടുതൽ വർദ്ധിക്കുക. അത് മനുഷ്യന്റെ ഒരു കഴിവാണ്. മനുഷ്യന് മാത്രമായി നൽകിയിരിക്കുന്ന ഒരു പവറാണ് മനുഷ്യന്റെ ബോധത്തിലെ ശ്രദ്ധയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ജീവിതം സൃഷ്ടിക്കണം എന്നുള്ളത്. അരുളി നൽകിയിരിക്കുന്ന ഒരു കഴിവാണ് മനുഷ്യന് അവന്റെ ബോധത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം അവന്റെ ജീവിതത്തെ സൃഷ്ടിക്കാൻ.
അപ്പൊ ബോധം കൊണ്ട് അവൻ മിസ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു റോങ് ആയിട്ടൊരു ഉപയോഗമാണ് ഇവിടെ ചെയ്യുന്നത്. അവന്റെ ജീവിതത്തിലുള്ള തിന്മയെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ മാറ്റാൻ ശ്രമിക്കുന്നത്, കുറവുകളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ മാറ്റാൻ ശ്രമിക്കുന്നതും ഫോഴ്സ് ചെലുത്താൻ ശ്രമിക്കുന്നതും റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും എല്ലാം മനുഷ്യൻ അവന്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള കഴിവിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയല്ല വേണ്ടത്. മനുഷ്യൻ അവന്റെ ശക്തി, ഈ കനിഞ്ഞു നൽകപ്പെട്ടിരിക്കുന്ന ഈ ശക്തിയായ അവന്റെ ബോധത്തെ, അവന്റെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവിനെ അവൻ ഉപയോഗിക്കേണ്ടത് അവന്റെ ജീവിതത്തിലുള്ള നന്മയിലേക്കാണ്. ഇപ്പൊ ഏതൊരു സബ്ജക്റ്റ് ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിനകത്ത് ഏതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവായ സാഹചര്യം നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അതിന് രണ്ട് വശം ഉണ്ടാകും. നെഗറ്റീവായ സാഹചര്യവും ഉണ്ടാകും, അതിനൊരു മറുവശം ഉണ്ടാകും. തീർച്ചയായും അതിന് ഒരു നാണയത്തിന്റെ മറുവശം ഉണ്ടാകും. ഈ മറുവശത്ത് ഒരു നന്മയായിരിക്കും. ആ നന്മയിലേക്ക് നമ്മുടെ ബോധം കൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ആ നന്മ മാത്രം വളർന്നു വരികയും നമ്മൾ എന്താണോ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തിന്മ ഇല്ലാതാവുകയും ചെയ്യും. അതാണ് വേണ്ടത്. നോ റോങ് ഡിമാൻഡ്സ് അവർ അറ്റൻഷൻ എന്നാണ് ക്രിസ്ത്യൻ ഡി റാസം പറഞ്ഞത്. ഈ ലോകത്ത് ഒരു തെറ്റിനും നമ്മുടെ ശ്രദ്ധയെ ആവശ്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്ത് ഒരു തെറ്റും നമ്മുടെ ശ്രദ്ധ ആവശ്യപ്പെടുന്നില്ല. എപ്പോഴും വേണ്ടത് നമ്മുടെ നന്മ മാത്രമാണ്, അല്ലെങ്കിൽ ഈ റൈറ്റ് മാത്രമാണ് നമ്മുടെ ശ്രദ്ധയെ ആവശ്യപ്പെടുന്നത്. അതായത് ഈ ലോകം എപ്പോഴും മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഈ യൂണിവേഴ്സ് എപ്പോഴും മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവന്റെ ശ്രദ്ധ ഈ ലോകത്തിന്റെ നന്മയിലേക്ക് മാത്രം നൽകാനാണ്. അവന്റെ ശ്രദ്ധ ഈ ലോകത്തിന്റെ നന്മയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ആ നന്മ കൂടുതൽ 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 വികസിക്കും. നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മള് ഒരു ന്യൂസ് പേപ്പറുകൾ വായിച്ചാലും ഏത് ചാനലുകളായാലും ശരി തന്നെ, നിങ്ങൾക്കുള്ള ചൂസിങ് പവറാണ്. അതൊരു ബോധത്തിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഞാൻ ഏതിലാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. നമ്മൾ ഒരു നെഗറ്റീവ് ന്യൂസ് കണ്ട് അതിൽ ശ്രദ്ധിക്കണോ, അതോ പോസിറ്റീവായ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കണോ എന്നൊക്കെ ഉള്ള നമുക്കറിയാൻ കഴിയും. അത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ ബോധം കൊണ്ട് ആ ഒരു നെഗറ്റീവ് ന്യൂസ് കാണുമ്പോൾ, അല്ലെങ്കിൽ നെഗറ്റീവായ സാഹചര്യം കാണുമ്പോൾ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമ്മൾ മറ്റേതെങ്കിലും പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പോസിറ്റീവായ സാഹചര്യം കൂടുതലും രൂപപ്പെട്ടു വരും. ഈ രീതിയിലാണ് നമ്മൾ ലൈഫിനെ മനസ്സിലാക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ഏതൊരു നെഗറ്റീവ് വശത്തെയും നമ്മൾ ആ നെഗറ്റിവിറ്റിയിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കാതെ, എന്നാൽ നമുക്ക് വേണ്ടത് ചെയ്യാം, പക്ഷെ നമ്മുടെ ബോധം കൊണ്ട് ഒരുപാട് ശ്രദ്ധ കൊടുക്കാതെ അതിന്റെ പോസിറ്റീവ് വശത്തിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ ആ നെഗറ്റിവിറ്റി ഇല്ലാതാകും. ഒരു സംശയം വേണ്ട ആ കാര്യത്തിനകത്ത്. ആ നെഗറ്റിവിറ്റി ഇല്ലാതാകും. ആ പോസിറ്റിവിറ്റി നമ്മുടെ ബോധം കൊണ്ട് കൂടുതൽ ഡെവലപ്പായി വരും. ഒരു പോയിന്റാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ഇത് തന്നെ അദ്ദേഹം നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി എടുത്തു പറയുന്ന ഒരു സെന്റൻസ് കൂടിയുണ്ട്. നന്മ ചിന്തിക്കുക, നന്മ പ്രവർത്തിക്കുക, നന്മ സംസാരിക്കുക, നന്മയ്ക്ക് വേണ്ടി ജീവിക്കുക. നിങ്ങളുടെ ജീവിതം അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ജീവിതം നന്മ കൊണ്ട് നിറയും. നന്മ ചിന്തിക്കുക, നന്മ സംസാരിക്കുക, നന്മ പ്രവർത്തിക്കുക, നന്മയ്ക്ക് വേണ്ടി ജീവിക്കുക. നിങ്ങളുടെ ജീവിതം നന്മ കൊണ്ട് നിറയും. അവിടെ ഇരുട്ടിന് സ്ഥാനമുണ്ടാകില്ല. ഇരുട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ട്രബിൾസ് എന്ന് പറയുന്നത്, ബുദ്ധിമുട്ടുകൾ, പല രീതിയിലുള്ള കുറവുകൾ. നമ്മളത് സംസാരിച്ചിട്ടുള്ളതാണ്. ഇരുട്ട് വരുമ്പോൾ മാത്രം ഇരുട്ടായിട്ടാണ്, അതായത് ദിവ്യപ്രകാശത്തിന്റെ കുറവ് മൂലമാണ് പലതരത്തിലുള്ള ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളായാലും ശരി തന്നെ, ആരോഗ്യപരമായ പ്രശ്നങ്ങളായാലും ശരി തന്നെ, കുടുംബ പ്രശ്നങ്ങളായാലും ശരി തന്നെ, ഈ ഐശ്വര്യത്തിന്റെ ഒരു ഒരു പ്രകാശമുണ്ട്. അത് വരാത്തത് കൊണ്ട് മാത്രം അങ്ങനെ മാറി നിൽക്കുന്നതാണ്. ആ പ്രകാശം വരാത്തതിന് കാരണം നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു യഥാർത്ഥ ഡിവൈൻ പവറിനെ മനസ്സിലാക്കാതെ, അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്, അതിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കാതെ അതിന് വിപരീതമായിട്ട് ഉള്ള ആക്ഷൻസും ചിന്തകളും സംസാരങ്ങളും ഒക്കെ നമ്മൾ എടുത്തു പോകുന്നത് കൊണ്ടാണ് അവിടെ ഇരുട്ട് വന്ന് പോകുന്നത്. ആ ഒരു പോയിന്റും കൂടി നമ്മൾ വീണ്ടും ഉറപ്പിക്കുകയാണ്. അപ്പോ ഈ ചാപ്റ്ററിലെ 8ാമത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്, പ്രപഞ്ച നിയമങ്ങളെ അനുസരിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. പ്രപഞ്ച നിയമങ്ങളെ അനുസരിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. ഫ്രീഡം. സ്വാതന്ത്ര്യം എന്നൊരു വാക്കിന് നമ്മളൊരു ഡെഫിനിഷൻ
ഈ ഒരു സീരീസിന്റെ ഒരു ഇടയ്ക്ക് വെച്ച് നമ്മൾ സംസാരിച്ച ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പ്രപഞ്ച നിയമങ്ങളെ അനുസരിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. ഓക്കെ, ഞാൻ അത് പറയാം, ഓർമ്മയിൽ കുഴപ്പമില്ല. നമ്മള് പ്രപഞ്ച നിയമങ്ങൾ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രപഞ്ച നിയമങ്ങളിൽ ചിലതൊക്കെ കുറച്ച് നമ്മളിപ്പോൾ നോർമൽ ലൈഫ്, നമ്മൾ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരു ലൈഫിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ചില നിയമങ്ങൾ വരുന്നുണ്ട്. നമ്മൾ സാധാരണ ഇതൊക്കെ മനുഷ്യന് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ ചിലതൊക്കെ നമുക്ക് തോന്നും. പ്രത്യേകിച്ച് ഇത് ലോ ഓഫ് വൺനെസ്, ലോ ഓഫ് കോമ്പൻസേഷൻ, ലോ ഓഫ് കർമ്മ, ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. ഇതൊക്കെ ഫോളോ ചെയ്യാൻ വളരെ കുറച്ച് ടഫ് അല്ലേ? ഇതൊക്കെ എങ്ങനെയാണ് മനുഷ്യന് സാധാരണക്കാരന് പറ്റുമോ എന്നൊക്കെ തോന്നാറുണ്ട്. ഇതൊന്നും ഫോളോ ചെയ്യാതിരുന്നാലല്ലേ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് നമുക്ക് തോന്നാറുള്ളത്, അല്ലെ? ഇതൊന്നും ഫോളോ ചെയ്യാതിരുന്ന ഒരു സാധാരണ നമുക്ക് തോന്നാറുണ്ട്. ഇതൊക്കെ ഫോളോ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഒരുവരും വരിഞ്ഞു മുറുക്കപ്പെടുന്നത് പോലെ ആകി പോകുന്നില്ല. സാധാരണ മനുഷ്യന് ഗോസിപ്പ് പറയാൻ പാടില്ല. അത്യാവശ്യം ഗോസിപ്പൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തോ ജീവിതം? അത്യാവശ്യം പരദൂഷണം കേൾക്കുക, പറഞ്ഞു വാർത്ത ഒക്കെ കേട്ടില്ല, നല്ല നെഗറ്റീവ് ന്യൂസ് കുറച്ചു നേരം കണ്ടുകൊണ്ടിരുന്നില്ലേ പിന്നെ എന്താണ്? അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം ആളുകളെ കുറിച്ച് കുറ്റമൊക്കെ പറഞ്ഞില്ലേ പിന്നെ എന്ത് രസമാണുള്ളതെന്നൊക്കെ തോന്നും. അതൊക്കെ സത്യത്തിൽ അതൊക്കെയല്ലേ മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ റിസ്ട്രിക്ട് ചെയ്യുമ്പോൾ സത്യത്തിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമല്ലേ എന്നൊരു തോന്നല് ചിലപ്പോഴെങ്കിലും തോന്നും. അതായത് നമ്മൾ വാല്യൂ എടുക്കാൻ പാടില്ല, മറ്റുള്ള മനുഷ്യരിൽ നിന്ന് കോമ്പൻസേഷൻ സൂക്ഷിക്കണം, നമ്മൾ മറ്റുള്ള മനുഷ്യരിൽ നിന്ന് വാല്യൂ എടുക്കാൻ പാടില്ല, ഒരു തരത്തിലുള്ള വാല്യൂ എടുക്കാൻ പാടില്ല, കർമ്മദോഷങ്ങൾ ചെയ്യാൻ പാടില്ല, നമ്മൾ സൂക്ഷിച്ച് പെരുമാറണം, മറ്റു മനുഷ്യരോടൊപ്പം നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കരമായ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമല്ലേ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇവിടെ അദ്ദേഹം പറയുന്നത് പ്രപഞ്ച നിയമങ്ങളെ അനുസരിക്കുന്നതാണ് സ്വാതന്ത്ര്യം എന്നാണ്. അതെങ്ങനെയാണ് അത് വരുന്നത്? മറ്റേ സ്വാതന്ത്ര്യം എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഈഗോ ആയിട്ടുള്ള ഈഗോ ആയിട്ടുള്ളൊരു മനുഷ്യനുണ്ട്. ഈഗോ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിലാണ്. പ്രപഞ്ച നിയമങ്ങളെ അനുസരിക്കാതിരിക്കുമ്പോൾ കിട്ടുന്നത് ഈഗോ ആയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷേ അവൻ സ്പിരിച്വലായി വരിഞ്ഞു മുറുകപ്പെടുന്നുണ്ട്, അവന്റെ ശക്തി ക്ഷയിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ പ്രപഞ്ച നിയമങ്ങളെ കൃത്യമായി അനുസരിക്കുമ്പോൾ നമുക്ക് പുറമേ നമ്മളിന്ന് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആകപ്പെട്ടേക്കാം. പക്ഷേ നമ്മളെ ഉള്ളുകൊണ്ട് നമ്മളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിലും നമ്മുടെ ശക്തി വർദ്ധിക്കുകയാണ് അതിലൂടെ. ആ അച്ചടക്കം നിറഞ്ഞ ജീവിതത്തിലൂടെ ഒരു മനുഷ്യന്റെ മഹാശക്തിയാണ് സത്യത്തിൽ അതിലൂടെ വരുന്നത്. നമ്മളത് മനസ്സിലാക്കണം. അത് മനുഷ്യൻ അച്ചടക്കത്തോടുകൂടി മനുഷ്യന്റെ മനസ്സിനെയും നാവിനെയും പ്രവൃത്തിയെയും എല്ലാം നിയന്ത്രിച്ച് ജീവിക്കുമ്പോൾ മനുഷ്യന് സത്യത്തില് പവർഫുൾ ആവുകയാണ്. അത് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. എന്തിന്റെ സ്വാതന്ത്ര്യമാണ് അവിടെ? ഈ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറയുന്ന ഉള്ളിലുള്ള നമ്മുടെ ആത്മാവിന്റെ ഫ്രീഡം എന്നാണ്. ഈ ഫ്രീഡം എന്ന് പറഞ്ഞ വാക്ക് സ്പിരിച്വാലിറ്റിയിൽ എപ്പോഴും ഫ്രീഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനതാണ് നമ്മൾ ഈ ഒരു പുസ്തകത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയാൻ കാര്യം. അതായത് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫ്രീഡം. നമ്മളെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആത്മാവാരാണ്? നമ്മളാണ്. ആത്മാവ് ആണ് നമ്മൾ യഥാർത്ഥത്തില്. നമ്മൾ സത്യത്തിൽ വരിഞ്ഞു മുറുക്കപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. നമ്മളെ കഴിവുകളൊന്നും പുറത്തെടുക്കാൻ കഴിയാതെ, ആത്മാവെന്നുള്ള രീതിയിൽ നമ്മുടെ കഴിവുകളൊന്നും പുറത്തെടുക്കാൻ കഴിയാതെ, നമ്മൾ ചുറ്റുവട്ടത്തുള്ള ചില തെറ്റായ ചില വിശ്വാസങ്ങളുടെയും പ്രവർത്തികളുടെയും ചില ജീവിത രീതികളും കൊണ്ട് നമ്മളെ കഴിവുകൾ കുറഞ്ഞു നമ്മൾ സത്യത്തിൽ വരിഞ്ഞു മുറുക്കപ്പെട്ടു പോവുകയാണ്, സ്വാതന്ത്ര്യമില്ലാതാവുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ നമ്മൾ ഈ കൃത്യമായ നമ്മൾ ഈ നിയമങ്ങളെ അനുസരിക്കുമ്പോൾ നമ്മൾ ഒൻപയൊന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ കഴിവുകൾ വർദ്ധിക്കുന്നത്, നമ്മുടെ ശക്തി വർദ്ധിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളൊക്കെ നമ്മൾ അറിയാതെ തന്നെ മാറിപ്പോകുന്നതും, ഒരു എഫേർട്ട്ലെസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തടസ്സങ്ങൾ മാറുന്നതും, പ്രോപ്പറായിട്ടുള്ള വഴി നടത്തപ്പെടുന്നതും, ഡിവൈനായിട്ട് ഗൈഡ് ചെയ്യപ്പെടുന്നതും അത് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഈസിയാക്കി തരുന്ന ജീവിതം, അത് ആത്മാവ് സ്വതന്ത്രമാകുമ്പോൾ ജീവിതം ഈസിയാകും. പവർ വരും. അവിടെയാണ് പവർ ഉപയോഗിക്കുന്നത്. ഫോഴ്സും പവറും നമ്മൾ വ്യത്യാസം അവിടെയാണ്. ആത്മാവ് റെസ്ട്രിക്ട് ചെയ്യപ്പെടുമ്പോൾ പിന്നെ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും മനുഷ്യന് ജീവിക്കാൻ. കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തും ജീവിക്കേണ്ടി വരും. ഈ രീതിയിലാണ് നമ്മൾ ഈ സബ്ജക്റ്റിനെ മനസ്സിലാക്കുന്നത്. നമ്മൾ അല്പം നമ്മൾ ഈ സബ്ജക്റ്റിൽ ഒന്ന് ഏകാഗ്രമായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ലൈഫിനെ ഒന്ന് കറക്റ്റ് ചെയ്ത്
കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ അപ്പോഴാണ് നമുക്ക് നമ്മളെ യഥാർത്ഥ ശക്തി പുറത്തു വരുന്നത്. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര ആത്മവിശ്വാസം കൊടുത്ത് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് അത്ര ആത്മവിശ്വാസത്തിൽ പറയുന്നതും എനിക്ക് സബ്ജക്റ്റ് വായിക്കാൻ മനസ്സിലാവുന്നത് അതുകൊണ്ടാണ്. ഈ പുസ്തകങ്ങൾ സത്യത്തിൽ എന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള ഒരു ക്രോസ് ചെക്കിംഗ് മാത്രമാണ്. എങ്ങനെ ലൈഫ് പ്രിൻസിപ്പിൾസ്, പ്രപഞ്ച നിയമങ്ങൾ തെറ്റിച്ച് നടന്നപ്പോൾ എങ്ങനെ ജീവിതം ഉണ്ടായിരുന്നുവെന്നും അത് മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് വന്നപ്പോൾ എങ്ങനെ ജീവിതം മാറി എന്നും മനസ്സിലാകുന്ന ലൈഫ് കൊണ്ട്. അപ്പൊ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ആ ലാംഗ്വേജ് കുറച്ച് ടഫാണ്. നമുക്ക് നോർമലി പുറമേ നിന്ന് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പക്ഷെ എനിക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതാണ് പോയിന്റ്. താങ്ക് യു സോ മച്ച്. അപ്പോ അതാണ് പ്രപഞ്ച നിയമങ്ങൾ അനുസരിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അത് സംസാരിച്ചതാണ്. പ്രപഞ്ച നിയമങ്ങളാണ് നമുക്ക് ഫ്രീഡം തരുന്നത്, പവർ തരുന്നത്. നമ്മൾ ഒരല്പം ഒന്ന് ക്ഷമയോടുകൂടി നമ്മളൊന്ന് ഫോളോ ചെയ്താൽ നിങ്ങളെ എല്ലാ തടസ്സങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. എല്ലാത്തിനും നിങ്ങൾ സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഈ ഒരു പോയിന്റുകൾ അദ്ദേഹം വീണ്ടും എടുത്ത് പറയാൻ കഴിയും. ഒരു ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് ധാരാളമായി കൊടുക്കുന്നതിൻ്റെയും ധാരാളമായി റിസീവ് ചെയ്യുന്നതിൻ്റെയും നിയമം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ നമ്മൾ ഹെഡിങ് തന്നെ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ധാരാളമായി കൊടുക്കുന്നതും ധാരാളമായി റിസീവ് ചെയ്യുന്നതും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഇവിടെ അതിനു മുമ്പ് 9ാമത്തെ ഒരു പോയിന്റായിട്ട് അദ്ദേഹം എടുത്ത് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഒരു വർധനവിന്റെ നിയമം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. യൂണിവേഴ്സിന്റെ ഒരു ലോ ഓഫ് ഇൻക്രീസ് ഉണ്ട്. ഒരു വർധനവിന്റെ നിയമം കൂടി ഉണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് അത് പറയേണ്ട കാര്യമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പോയിന്റാണ് ലോ ഓഫ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ. അത് വേറെ ഒന്നുമല്ല, ഈ യൂണിവേഴ്സ് എപ്പോഴും എന്താണ്, ഒരു വികസനത്തിലാണ്, വളർച്ചയിലാണ്. ഈ പ്രപഞ്ചം എപ്പോഴും ഒരു വളർച്ചയാണ്. അത് നിങ്ങളത് ആ ഒരു വർധനവിന്റെ നിയമത്തിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ജീവിക്കാവുള്ളൂ. ഈ നിങ്ങൾ ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും, പത്രത്തിൽ കണ്ടാലും, ആളുകൾ എന്ത് പറഞ്ഞാൽ, ചുറ്റുവട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാലും എന്തായാലും ശരി തന്നെ, ലൈഫ് എന്ന് പറഞ്ഞാലും ഈ ലോകം എന്ന് പറഞ്ഞാൽ താഴോട്ട് പോയില്ല. പ്രപഞ്ചം താഴോട്ട് പോയില്ല. യൂണിവേഴ്സ് അത് വികസനമാണ്. അത് ഉയർന്നു പോവുകയുള്ളൂ. അത് വികസനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ ഈ ഒരു പോയിന്റ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇനി അങ്ങോട്ട് താഴോട്ട്, ഇനിയുള്ള ലോകത്ത് എങ്ങനെ ജീവിക്കും, കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ട് ഇല്ല, തോന്നലാണത്. ചെറിയൊരു ചില കാര്യങ്ങൾ മാത്രം ഈ പ്രപഞ്ചത്തെ നമ്മൾ അളക്കാൻ നിൽക്കരുത്. യൂണിവേഴ്സ് എപ്പോഴും ഒരു വികസനമാണ്. അതായത് മനുഷ്യരിലൂടെ വികസനം, അത് ചുറ്റുവട്ടമുള്ള എല്ലാ വികസനം, ഇനി കൂടുതൽ സമ്പത്തും സമൃദ്ധിയും കൂടുതൽ സൃഷ്ടിക്കപ്പെട്ട് കൂടുതൽ ആളുകളും നന്നായി കൂടുതൽ മികച്ച ലോകക്രമം തന്നെ ഇനിയും കൂടുതൽ ഉണ്ടാവുകയുള്ളൂ. ഇനി ആളുകളും മെച്ചപ്പെടുകയുള്ളൂ. നിങ്ങൾ കരുതുന്നുണ്ട് ആളുകൾ താഴോട്ട് പോകുന്നു. അങ്ങനെ പറ്റില്ല. മനുഷ്യൻ അനുദിനം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ മനസ്സുകൊണ്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ അവിടെ കാണുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ നോക്കിയിട്ടല്ല ലോകത്തെ നമ്മൾ അളക്കാനുള്ളത്. ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് എപ്പോഴും ഒരു ഇൻക്രീസിന്റെ ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇൻക്രീസ് ചെയ്യുവാൻ ആ ഒരു ലോകത്തിന്റെ ആ ഒരു നിയമത്തിന് അനുസരിച്ച് മുന്നോട്ട് പോകുവാനും മനുഷ്യൻ അതിനനുസരിച്ച് ആ ഒരു നിയമത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട്. ഇതാണ് ഈ ചാപ്റ്ററിന്റെ കോർ പോയിന്റ് എന്ന് പറഞ്ഞാൽ. അതാണ് നൽകുന്നതും റിസീവ് ചെയ്യുന്നതും. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തുല്യമായി നൽകാനും റിസീവ് ചെയ്യാനും തയ്യാറായിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരു ലൈഫ് ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള, വളരെ സുപ്രധാനമായ ഒരു പോയിന്റ്, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണിത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഫ്ലറിഷിംഗ് ആയിട്ടുള്ള, ഒരു സമൃദ്ധമായ ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിന്റെ ഈ ഒരു വളർച്ചയുടെ നിയമത്തെ മനസ്സിലാക്കുകയും ഈ വളർച്ചയുടെ നിയമത്തിനനുസരിച്ച് സ്വന്തം ജീവിതത്തെയും മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ അതിന് അനുരൂപമായിട്ട്, അല്ലെങ്കിൽ അതിന് അനുസരിച്ച് മാത്രം അതിന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു
ജീവിതത്തെ സൃഷ്ടിച്ചെടുക്കുകയും വേണം, അല്ലെങ്കിൽ സെറ്റ് ചെയ്യുകയും വേണം എന്നുള്ളതാണ്. കാരണം ഇവിടെ നമ്മൾ ഈ ലോകത്തുള്ള ഓരോ ജീവജാലങ്ങളെയും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ ലോകത്തുള്ള ഓരോ ജീവജാലങ്ങളും ഇവിടെ ജനിക്കുന്നത് മുതൽ വളർന്ന് അത് ചുറ്റുവട്ടത്ത് നിന്നും സ്വീകരിച്ചുകൊണ്ട് അത് ഈ ജീവിതത്തിൽ നമുക്കറിയാവുന്ന ചില ജീവജാലങ്ങളല്ലാതെ ഈ ലോകത്തുള്ള ഓരോ ജീവജാലങ്ങളും അതിന്റെ ജീവിത കാലയളവിൽ ഈ യൂണിവേഴ്സിന് എന്തെങ്കിലുമൊക്കെ നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതിന്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സവിശേഷമായ സൃഷ്ടിയാണ് യൂണിവേഴ്സിന്റെ. അതുകൊണ്ട് തന്നെ മറ്റ് ജീവജാലങ്ങൾ, ഇപ്പൊ സസ്യങ്ങളായാലും ശരി തന്നെ, മറ്റ് ജന്തുജാലങ്ങളായാലും എല്ലാം തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അത് പ്രകൃതിയിൽ നിന്ന് അതിന് വളരാൻ വേണ്ട കാര്യങ്ങളും വികസിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളും എടുക്കുകയും അത് പ്രകൃതിക്ക് തന്നെ സ്വന്തം ജീവിതമായാലും നൽകിക്കൊണ്ടാണ് അത് ഈ ജീവിതമുള്ളത്. അതൊരു പ്രകൃതിയുടെ ഒരു തത്വമാണ്, ഒരു നിയമമാണ്. ഇതിൽ നിന്നും മനുഷ്യനും ഒരല്പം പോലും വ്യത്യാസമില്ല. മനുഷ്യനും ജീവജാലങ്ങളും നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ യാതൊരു വിധമായ വ്യത്യാസമില്ല. മനുഷ്യനെ സത്യത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നതിന് ഈ പവിത്രമായ അല്ലെങ്കിൽ സവിശേഷമായ ഒരു സൃഷ്ടിയായിട്ട് നമ്മളെ ഈ ഭൂമിയിലേക്ക് യൂണിവേഴ്സ് തിരഞ്ഞെടുത്ത് വിട്ടതിൽ നമുക്കും ഇതുപോലെ ഈ യൂണിവേഴ്സിന്റെ ഈ ഒരു വളർച്ചയുടെ നിയമത്തെ സപ്പോർട്ട് ചെയ്യുവാൻ, അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഈ ഒരു ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കർമ്മമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ധർമ്മമുണ്ട്. ഇതാണ് മനസ്സിലാക്കാനുള്ളത്. ഈ ഒരു ധർമ്മത്തെ മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് ഈ സമ്പൂർണമായ ഒരു സാർത്ഥമായ ഒരു ജീവിതം സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. അതിന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, നമ്മൾ ധാരാളമായി കൊടുക്കുകയും ധാരാളമായി സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ളത്. അതാണ് നമ്മൾ അതായത് 5ാമത്തെ പോയിന്റായിട്ട് മനുഷ്യന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്മൾ ഓരോ മനുഷ്യരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വന്തം കഴിവ് എന്താണെന്ന് വെച്ചാൽ അത് ഒരു കാരണവശാലും മനുഷ്യന് അലസമാകാനോ, ഒരു കാരണവശാലും മനുഷ്യന് സ്വന്തം കഴിവിനെ മുരടിപ്പിച്ച് കളയാനോ, സ്വന്തം ഉള്ളിലെ ശക്തി അല്ലെങ്കിൽ സ്വന്തം പ്രവൃത്തികളെ ഒന്നും വെറുതെ കളയാനോ സമയം കളയാനോ ഒന്നും പാടില്ല. മനുഷ്യൻ അവനവനെ പരമാവധി ഫുള്ളാക്കി കഴിവ് നിറച്ചുകൊണ്ടേയിരിക്കണം. അവന്റെ കഴിവിനെ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ഒരു കഴിവ് കൊണ്ട് ധാരാളമായ സംഭാവനകൾ ഈ ജീവിതത്തിലേക്ക് നൽകുകയും, അത് മാത്രമല്ല ആ സംഭാവനകളിൽ നിന്ന് തിരിച്ച് സ്വീകരിച്ചുകൊണ്ട് വളരുകയും വേണം. സംഭാവനകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം കർമ്മങ്ങൾ. അതാണ് പറഞ്ഞത്. ഈ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ അതിനനുസരിച്ച് സ്വയം ആലോചിച്ച് മനസ്സിലാക്കി എടുക്കുക. ഈ രീതിയിൽ ജീവിതം സ്വീകരിക്കുന്ന മനുഷ്യനാണ് ആത്യന്തികമായി അവൻ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും വളരുന്നത്, വലിയ രീതിയിൽ ഉയർച്ചയിലെത്തുന്നത്. അല്ലാതെ ഇതിന് ഏതെങ്കിലും തരത്തിൽ ഒരു തുലനത്തിനാലും ഇംബാലൻസ് ആയി കഴിഞ്ഞാൽ അവിടെ ഡിസ്കോർഡ് സംഭവിക്കും. അതായത് ഒരു യോജിപ്പില്ലായ്മ സംഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് മനസ്സിലാക്കുന്നത്. മനുഷ്യൻ അവന്റെ കഴിവുകൾ പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ട് ആ കഴിവുകൾ ഈ ലോകത്തിന് നൽകണം. ആ കഴിവുകളിലൂടെ ഈ ലോകത്തിന് പരമാവധി സംഭാവനകൾ നൽകണം. കഴിവിന്റെ പരമാവധി നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങളെ കൊണ്ടാകുന്നതിന്റെ മാക്സിമം ചെയ്യണം. നിങ്ങൾ ഏത് ജോലിയിലാണെന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അതിന്റെ മാക്സിമത്തിൽ നിങ്ങൾ ചെയ്യാനുള്ള ശ്രമിക്കണം. അതിലെനിക്ക് എന്ത് കൂടുതൽ ചെയ്യാനുള്ള പറ്റും, എന്തതിനകത്ത് കൂടുതൽ ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് മാത്രമല്ല, അത് നിങ്ങൾ ആ പോയിന്റ് നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ ഉൾക്കൊള്ളുന്ന എനിക്കറിയില്ല. അതിനനുസരിച്ച് തത്തുല്യമായ റെമ്യൂണറേഷൻസ് അല്ലെങ്കിൽ അതിന്റെ തത്തുല്യമായ റെമ്യൂണറേഷൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം. അതിലേക്ക് നിങ്ങൾ പൊസിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. അങ്ങനെ കിട്ടുന്ന റെമ്യൂണറേഷൻ വാങ്ങിക്കൊണ്ട് വെറുതെ ഇരിക്കുകയല്ല, ആ റെമ്യൂണറേഷനിലൂടെ നിങ്ങൾ കൂടുതൽ വളരണം.
ആ റെമ്യൂണറേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കഴിവുകളും പ്രവർത്തികളും നിങ്ങളുടെ ഒരു ആന്തരികമായി നിങ്ങളുടെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പവർ ഉപയോഗിക്കുക, കൂടുതൽ വളരുക, അത് കൂടുതൽ പുറം ലോകത്തിന് സംഭാവന നൽകുക, പുറം ലോകത്തെ വളർത്തുക, ആ വളർത്തുന്നതിൽ നിന്ന് ലഭിക്കുന്ന കൂടുതൽ കൂടുതൽ നിങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുക, അതുപയോഗിച്ച് കൂടുതൽ പിന്നെയും വളരുക എന്നുള്ളതാണ്. അതാണ് ധാരാളമായി നൽകുകയും ധാരാളമായി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഡീപ്പ് ലെവലിലാണ് ഇത് പോകുന്നത്. പക്ഷെ ഇതാണ് സത്യത്തിൽ ഈ രീതിയിൽ ഞാൻ ഇതൊരു ചിന്തയാണ് നിങ്ങൾക്ക് തരുന്നത്. ഈ രീതിയിൽ വേണം മനുഷ്യൻ അവരുടെ ജീവിതത്തെ സൃഷ്ടിക്കാൻ. ഈ ചിന്ത എന്നല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ അധികം ചിന്തിക്കാറില്ല. നമ്മള് കരുതുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ 8 മണിക്കൂർ കിട്ടി, എങ്ങനെയെങ്കിലും അത് 8 മണിക്കൂർ നിർത്തി മാസം ശമ്പളം കിട്ടാനുള്ള കിട്ടുമല്ലോ. പരമാവധി എങ്ങനെ ജോലി ചെയ്യാതിരിക്കാം. ധർമ്മച്യുതിയാണ്, മൂല്യച്യുതിയാണ്, അത് ഭയങ്കരമായ ച്യുതിയാണ്, കർമ്മദോഷമാണ്. അത് ഈ ഒരു യൂണിവേഴ്സിന്റെ ഡിസ്കോഡ് സംഭവിക്കുന്നത് ലൈഫിനകത്ത്, അത് ഭയങ്കരമായ ദോഷങ്ങൾ ലൈഫിനകത്ത് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ജോലിയിലൊക്കെ അലസത കാണിക്കുന്ന ആളുകൾ മാത്രമല്ല, ചെയ്യുന്ന പ്രവർത്തിക്കും വിനിയോഗിക്കുന്ന സമയത്തിനും ആവശ്യത്തിന് നിങ്ങൾ വാല്യൂവും വാങ്ങിയിരിക്കണം. തത്തുല്യമായ വാല്യൂ. അല്ലെങ്കിലും ഡിസ്കോഡ് സംഭവിക്കും. ഈ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി പറ്റുമോ? 7ാമത്തെ ചാപ്റ്ററിൽ ലാസ്റ്റിൽ 3-4 കണികകളിലായിട്ട് നിങ്ങൾക്ക് ആ പുസ്തകം നോക്കിയാൽ കാണാൻ പറ്റും. ഈ പോയിന്റാണ് പറയുന്നത്. രണ്ടിനും ആഗ്രഹം കാണും. ധാരാളമായി കൊടുക്കാനും ധാരാളമായി റിസീവ് ചെയ്യാനും, അതായത് നന്നായിട്ട് അധ്വാനിക്കാൻ വേണം, നന്നായിട്ട് സ്വന്തം കഴിവുകളെടുത്ത് വർക്കൗട്ട് ചെയ്തിട്ട് നന്നായിട്ട് അത് സ്ട്രോങ് ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ഡിസയർ വേണം. ഈക്വൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഞാൻ നൽകുകയും ചെയ്യും, നന്നായിട്ട് എനിക്ക് അതിന്റെ റെമ്യൂണറേഷൻ എനിക്ക് കിട്ടുകയും വേണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സെറ്റ് ചെയ്തു തരും എന്നുള്ളതാണ്. ഇതൊരു നിയമമാണ്. ഇത് ഈ വളർച്ചയുടെ നിയമമാണത്. അപ്പൊ അത് യൂണിവേഴ്സിന്റെ ഒരു നിയമമാണ്. അതൊരു കുറവല്ല. അതൊരു കുറവല്ല. അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ചോദിച്ചാൽ, നമ്മൾ ആവശ്യത്തിന് ജോലി ചെയ്തിട്ട് അതിനുള്ള റെമ്യൂണറേഷൻ നമ്മൾ ചോദിക്കുന്നത് ഒരു കുറവായിട്ടല്ല. നമ്മളത് ചോദിക്കുന്ന കുറവല്ല. ചോദിക്കാതിരിക്കുമ്പോഴും നമ്മൾ അണ്ടർ വാല്യൂ ആയിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യുന്നതാണ് സത്യത്തിൽ കുറവ്. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരോ കഴിവുകൾ കണ്ടെത്തുക. അത് ഈ രീതിയിൽ നമ്മൾ വളരണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും വളർന്നാണ് മനുഷ്യനും ഒരു മഹാമേരു പോലെ ആകുന്നത്. സസ്യങ്ങളായാലും മൃഗങ്ങളായാലും എല്ലാം അങ്ങനെ തന്നെയാണ്. മനുഷ്യനും അതുപോലെ തന്നെ ആവണം. ഓരോ മനുഷ്യർക്കും അതിനുള്ള കഴിവുകളുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത്? സ്വാഭാവികമായിട്ടും വരും. നമ്മളത് സ്വാഭാവികമായിട്ടും വന്നാലും നമ്മൾ ആഗ്രഹിക്കണം തീർച്ചയായിട്ടും. ഞാൻ ഈ ഒരു കോഴ്സൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് മുമ്പ് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, സാറ് ആ ഒരു ഫേസ് ഒന്നും കാണിക്കാതെ വോയിസ് മാത്രം വിട്ട് നമുക്കിങ്ങനെ വീഡിയോ തന്നാൽ പോരായിരുന്നു, കോഴ്സൊക്കെ തുടങ്ങണമായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. കോഴ്സൊക്കെ തുടങ്ങേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വളരെ ലോവർ ലെവലുള്ള കോൺഷ്യസ്നെസ്സിലുള്ള ആളുകളാണ് അങ്ങനെ ചോദിക്കുന്നത്. താഴ്ന്ന ബോധതലം വളരെ ഒന്നും അറിയില്ല. അതേസമയം ഇത്ര മാത്രമേ സാറ് ഫീസ് ഈടാക്കുന്നുള്ളൂ എന്ന് ചോദിച്ചവരുമുണ്ട്. അങ്ങനെ തന്നെ ചോദിക്കുന്നു. ഇപ്പോഴും എത്ര പേര് ചോദിച്ചിട്ട് വീണ്ടും വീണ്ടും കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് ആ ഒരു റെമ്യൂണറേഷൻ തരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ എത്ര ഉണ്ടെന്ന് അറിയാമോ? അവർ കിട്ടിയാൽ പോരാ, നമുക്ക് കൊടുത്തത് പോരാന്ന് ചെയ്യും. അത് വലിയ ജന്മമാണ്. ഇതാണ് ഈ ഒരു രീതിയിലുള്ളൊരു തോട്ട് പ്രോസസ് ആണ്. നമ്മൾ നമ്മുടെ കഴിവുകൾ കൊടുക്കണം. നമ്മൾ കഴിവുകൾ കൊടുത്തിട്ട് അതിന് ചാർജ് ചെയ്യണം. നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് വെച്ചാൽ അത് കണ്ടെത്തിയിട്ട് അത് നിങ്ങൾ സെല് ചെയ്യാൻ വെക്കണം. അപ്പോൾ അത് വാങ്ങാൻ ആളുണ്ടാവും. നിങ്ങൾ വിചാരിക്കും ആരും വാങ്ങില്ല, വാങ്ങാൻ ആളുണ്ട്. ആത്മവിശ്വാസത്തോടെ നിങ്ങളെ കഴിവുകൾ വയ്ക്കുന്നുണ്ട്, അത് വാങ്ങാൻ ഇഷ്ടം പോലെ ആളുകൾ വരും. അപ്പൊ നിങ്ങൾക്ക് അത് ചാർജ് ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ കണ്ടെത്തിയിട്ട്
ആണ് യഥാർത്ഥ ധർമ്മമാണ് മനുഷ്യന്റെ. അല്ലാതെ എല്ലാ കാലവും ഇങ്ങനെ അത് അത് നിയമ ലംഘനമാണ്, യൂണിവേഴ്സിന്റെ ലോയ്ക്ക് എതിരാണ്. അങ്ങനെ നിങ്ങളത് എന്താണെന്ന് വെച്ചാൽ അവരവരുടെ കഴിവുകൾ കണ്ടെത്തിയിട്ട് അത് നിങ്ങൾ സെല്ല് ചെയ്യണം, എന്നിട്ട് നല്ല റെമ്യൂണറേഷൻ വാങ്ങണം, ഡിമാൻഡ് ചെയ്യണം അതിന്. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം എടുക്കുമ്പോഴും അതിന് റെമ്യൂണറേഷൻ കൊടുക്കാനും തയ്യാറാണ്, എടുത്തുമാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ഈ 7ാമത്തെ ചാപ്റ്റർ, അത്രയാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കുറച്ച് ഡീപ്പിലാണ് പോയത്. ഞാനത് തൃപ്തികരമായി നിങ്ങൾക്ക് കിട്ടിയതാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇതൊരു ചിന്തയുടെ തുടക്കമാകട്ടെ, നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് സംസാരിക്കാൻ വരുന്നത്. സത്യത്തിൽ ഈ ഒരു പോയിന്റ് എനിക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് സംസാരിക്കണമെന്നുണ്ട്. ഭയങ്കര ആഴത്തിലാണ് കിടക്കുന്നത്, വളരെ ആഴത്തിൽ, വളരെ ഡീപ്പായിട്ടാണ് ആ ഒരു പോയിന്റുകൾ ഉള്ളത് അതിനകത്ത്. താങ്ക് യു സോ മച്ച്. നമ്മുടെ കോഴ്സിലെ വർക്ക്ഷോപ്പാണ്. ആ വർക്ക്ഷോപ്പിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ പ്രോസ്പെരിറ്റിയുടെ വർക്ക്ഷോപ്പാണ്. അപ്പോൾ അത് കോഴ്സ് ആകുമ്പോൾ റെഗുലറായിട്ടുണ്ടാകില്ല. അപ്പോൾ ആ ഒരു 10-ാം തീയതിയാണ് നിങ്ങളുടെ ഈ ഒരു സാമ്പത്തികമായിട്ട് ബ്ലോക്കുകളൊക്കെ മാറ്റാൻ പറ്റുന്ന പ്രാക്ടീസുകളാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് അതിനകത്തുള്ളത്. ആ ബ്ലോക്കുകളൊക്കെ ഉള്ളവർക്ക് ആ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനുവേണ്ടിയുള്ള ക്ലാസ്സുകളും അറിവുകളും കുറച്ച് പ്രാക്ടീസുകളുമാണ് അതിനകത്ത് തരുന്നത്. അപ്പൊ നിങ്ങൾ അതിനകത്ത് പങ്കെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് മാറ്റം ഉണ്ടാകും. ചെറിയ ഫീസുകൾ, വലിയ ഫീസൊന്നും അല്ല അതിനകത്ത് ഈടാക്കുന്നത്. ഇപ്പൊ 10th ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യുക. 5 ദിവസത്തെ വർക്ക്ഷോപ്പാണ്, 1 hour വെച്ചിട്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഒരു 2 ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ നിർത്താം. Hi, good evening, sir. ഗുഡ് ഈവനിങ് നിതിൻ. Hi, sir. Thank you so much. Sir, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സർ. ചോദിച്ചോ. സാർ ഇപ്പൊ പറഞ്ഞല്ലോ സർ, ഇപ്പൊ നമ്മള് പണിയെടുക്കുന്ന കറക്റ്റ് ആയിട്ട് ഐ മീൻ പൈസ ചോദിച്ചു വാങ്ങണം. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു ഓഫീസിൽ വർക്ക് ആക്കുന്നുണ്ട്. അപ്പൊ ആ ബോസിന്റെ അടുത്ത് ഇപ്പോ ലെറ്റ്സ് സേ ഒരു 5,000 ശമ്പളം ഉണ്ടെന്ന് വെച്ചെങ്കിൽ അത് അധികം ചോദിക്കുന്നത് അതൊരു ഫോഴ്സ് ആകൂലേ സർ? ഇല്ല, അത് ഫോഴ്സാണ്. നമുക്കത് 100% 100% അത് ഉറപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഡിസർവിങ് ആയിട്ടുള്ളത് ചോദിച്ച ഫോഴ്സ് ആവില്ല. അത് നിങ്ങൾക്ക് വാല്യൂയോടുകൂടി ചോദിക്കണം കേട്ടോ. എനിക്കതിന് അർഹതയുണ്ട് എന്നൊരു ഫീലിങ്ങോടുകൂടി ചോദിച്ച ഒരു കാരണവശാലും നമുക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ട്, അതിനകത്ത് അങ്ങനെ ഒരു നെഗറ്റിവിറ്റി വരില്ല. അതൊരു ഫോഴ്സ് ഒന്നും അല്ല അത്. അപ്പൊ അത് അർഹത ഉണ്ടോ എന്നുള്ള ഫീലിംഗ് കൂടി ചോദിച്ചാൽ മതി കേട്ടോ. ഷുവർ സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. സർ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സർ. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പം നമുക്കതിന് അർഹതയുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് ഒരു 3 months കഴിയട്ടെ, 4 months കഴിയട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ തന്നു കഴിഞ്ഞാൽ കുറച്ച് തരാൻ പറ്റുള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ലൊരു എമൗണ്ട് തരാം, അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ സർ ചെയ്യാൻ പറ്റുക? നിങ്ങൾ സ്വയം ഉള്ളുകൊണ്ട് ഒരു അർഹത ഇല്ലെന്നുള്ള ഒരു ഫീലിങ്ങോട് ചോദിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ അവർ പറയുന്നത്. നിങ്ങൾ 100% ഒരു ഫീലിങ്ങോടുകൂടി അർഹതയോടുകൂടിയും ചോദിച്ചാൽ അത് അവരങ്ങനെ പറയില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കാരണം ഇവൻ ഞാൻ വർക്ക് ചെയ്യുന്നതാണ്, എന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന HR ഓഫീസർ എനിക്ക് അങ്ങനെ ഞങ്ങൾ മാനേജർ ലെവലിൽ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാം തന്നെ ഇങ്ങനെ ഒരു കോഡിലേക്കാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ 3 months കഴിയുമ്പോൾ നമ്മുടെ അടുത്ത പ്രൊജക്റ്റ് കൂടെ ഓപ്പൺ ആകും. അപ്പൊ നിങ്ങൾക്കൊരു ഹയർ ഇതിലേക്ക് തരാം, ഇപ്പൊ തന്നു കഴിഞ്ഞാൽ ഇതിപ്പം പല കാര്യങ്ങളിലും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് അങ്ങനെ ചോദിച്ചത്. ഇല്ല, കുഴപ്പമില്ല. അത് സംഭവം പറഞ്ഞാലേ ഞാനൊരു കാര്യം നിങ്ങൾ ഫസ്റ്റ് 2 പോയിന്റ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് നല്ല രീതിയിലുള്ള സെൽഫായിട്ടൊരു വർക്ക് ഫീൽ ചെയ്യണം. എനിക്ക് അർഹതയുണ്ട്, എനിക്ക് ഒരു മാന്യമായ ഡീസന്റ് ആയിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ അർഹതയുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ആദ്യം മനസ്സിലാക്കുന്നുണ്ട്. അർഹതയുടെ ഒരു ഫീലിംഗ് മനസ്സിനകത്ത് കൊണ്ടുവരണം. 2, നമ്മുടെ കർമ്മം, നമ്മൾ ചെയ്യുന്ന ജോലി 101% നമ്മൾ ആത്മാർത്ഥതയും ഏറ്റവും നന്നായിട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ 101% ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ചെയ്യുന്നതിന് ഒരു തരത്തിലുള്ള എക്സ്ക്യൂസും പാടില്ല. അതാണ് വേണ്ടത്. അപ്പൊ ആ ഒരു അവസ്ഥയെടുത്തും സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ വ്യക്തി തന്നില്ലെന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിന്റെ ഡ്യൂട്ടിയാണ് നിങ്ങൾക്ക് അതിനനുസരിച്ച് തരാൻ വേണ്ടി. നിങ്ങൾ ആ കൃത്യമായിട്ട് പൊസിഷനിലേക്ക് എത്തിക്കും. അപ്പൊ അവിടെ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് വന്നതെന്നുള്ളത് നോക്കണം. നമ്മൾ ഒരു ഡ്യൂട്ടി ചെയ്യുന്നത് മാത്രമല്ല, അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ സാറ് പറഞ്ഞു അതുപോലെ അതെന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം
വേറെ ഒരു അതർ ഡിപ്പാർട്ട്മെന്റ് ഹെഡും കൂടെ പോകുമ്പോൾ ആ ജോലിയും ഇവര് നമ്മളെ തന്നെയാണ് ഏൽപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ നമ്മളെ സന്തോഷത്തോടു കൂടി അത് ചെയ്ത് തീർക്കുന്നുമുണ്ട്. അവർ ആ പൊസിഷനിലേക്ക് അവർ റീഫില്ലും ചെയ്യുന്നില്ല വേറെ ആളെ. പക്ഷെ എന്നിരുന്നാലും ഈ കാര്യം വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ വരുന്നത്. അതാണ്. അതേപോലെ തന്നെ എപ്പോഴും നമുക്കൊരു പ്രൊമോഷൻ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. കാരണം അമ്മ അതിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇതും ഇങ്ങനെ തന്നെ വരുന്നു. എന്തോ ഒരു ഇത് ബ്ലോക്ക് അത് ഒരു ഉള്ളതുപോലെ തന്നെ കാര്യം ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ, അതെ, അത് ആ, നമ്മൾ നല്ല രീതിയിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഒരു ആ, പരാതിയോ ഒരു അസ്വസ്ഥതയോ മനസ്സിനകത്ത് ഇല്ലാത്ത ആ, രീതിയിൽ നമ്മൾ ഈ ജോലികൾ ചെയ്യുക, മുന്നോട്ട് പോകും. പരാതി നമ്മളിത് ഉം, ചെയ്യുമ്പോൾ ഒരിക്കലും ആ ഉം, ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ആ ഒരു ബോസിനോ വേണ്ടി ആകരുത്. നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യാനുള്ളത് എപ്പോഴും നമ്മുടെ കർമ്മമണ്ഡലത്തിന് വേണ്ടിയാകണം, അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിന് വേണ്ടിയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ 100% ചെയ്താൽ മതി. അപ്പൊ പ്രോപ്പറായിട്ടുള്ള ആളുകളിലേക്ക് എത്തും. നമ്മൾ ആ ഒരു വ്യക്തികൾ അല്ല നമുക്ക് അനുകൂലമല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നമ്മുടെ ഈ കർമ്മത്തെ കൃത്യമായിട്ട് കണ്ട് നമ്മളെ അംഗീകരിക്കുകയും നമുക്ക് പ്രോപ്പറായിട്ട് പേ ചെയ്യുന്നതുമായ ആളുകളിലേക്ക് നമ്മൾ എത്തും എന്നുള്ള കാര്യമാണ് അതിന്റെ യാഥാർത്ഥ്യം, പരമമായ യാഥാർത്ഥ്യം. അതാണ് സത്യം. അങ്ങനെ തന്നെ വന്നേ പറ്റൂ കേട്ടോ. ആ രീതിയിലുള്ള മനസ്സിലാക്കാൻ. താങ്ക് യു. താങ്ക് യു. പറഞ്ഞോ. സാറ് പറഞ്ഞല്ലോ പ്രാർത്ഥനയുടെ കാര്യം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് ലഭിച്ചതായിട്ട് തന്നെ പ്രാർത്ഥിക്കണം. അതെ, ലഭിച്ചതായിട്ടല്ല, ലഭിച്ചു കഴിഞ്ഞൊരു ഫീലിങ്ങോട് കൂടി പ്രാർത്ഥിക്കണം. ലഭിച്ചു കഴിയുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ആ. അപ്പൊ നമുക്കിപ്പോ ആൾറെഡി നമ്മൾ അച്ചീവ് ചെയ്തു. നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മളൊരു ഫീലിംഗ് ആണ് കൊടുക്കാനുള്ളത്. സത്യത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ വേണം കാണാൻ. ഇപ്പൊ കിട്ടാനുള്ള ഒരു കാര്യം കിട്ടണേ എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ കിട്ടിയ ഒരു ഫീലിംഗ് നമ്മൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥന കൊണ്ടുവരണം. നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിന്റെ ഒരു ഫീലിംഗ്, നിങ്ങളിപ്പോ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന്റെ പ്രാർത്ഥിച്ച് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞ ഒരു ഫീലിംഗ് ആണ് നമുക്ക് എപ്പോഴും മനസ്സിനകത്ത് കൊണ്ടുവരേണ്ടത്. അത് ഉള്ളിനകത്ത് കൊണ്ടുവന്ന് നമ്മളിപ്പോ ഓണർഷിപ്പ് നമ്മളിൽ ഉണ്ട്. ആ ഒരു ഫീലിംഗ് നമുക്ക് കൊണ്ടുവന്ന അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പ്രയർ. അപ്പൊ ആ ഒരു രീതി മനസ്സിലായില്ലേ? അത് ഈസി ആയിട്ട് അത് മനസ്സിലാവും. താങ്ക് യു. അത് നമുക്ക് കിട്ടിയതായിട്ട് തന്നെ അതിന് നന്ദി പറയണം. കിട്ടിയതായിട്ട് പറയാം. അത് നമ്മൾ 100% നമ്മളൊരു നന്ദിയും ഒരു സ്നേഹവും ഒക്കെ ഉണ്ടാവണം. അതാണ് ആ ഒരു പോയിന്റോട് ഉദ്ദേശിച്ചത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇപ്പം ഈ ഒരു നെക്സ്റ്റ് വീക്ക് സൺഡേ ഉണ്ടാവുള്ളൂ കേട്ടോ. അടുത്ത സൺഡേ ആയിരിക്കും നമ്മുടെ ക്ലാസ്. ഒന്ന് എല്ലാവരും നോട്ട് ചെയ്തോണം. എനിക്കൊരു കോഴ്സ് വരുന്നുണ്ട്, വർക്ക്ഷോപ്പ് വരുന്നത് കൊണ്ടാണ് അതിന് കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്യും. താങ്ക് യു സോ മച്ച്. അപ്പൊ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാൻ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ കേട്ടോ. എല്ലാവരും ജോയിൻ ചെയ്തോളൂ. വാണി കയറിയോ? ഓക്കെ. വാണി ജോയിൻ ചെയ്തോ? ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സ്റ്റുഡൻസിനും എല്ലാം സ്വാഗതം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്കൊരു 30 താങ്ക് യുവിന്റെ പ്രാക്ടീസ് സ്റ്റാർട്ട്. താങ്ക് യു സോ മച്ച്. ഓ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, sir. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you, sir. Thank you, sir. Thank you so